കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ തന്നെ ഫിലോസഫിക്കൽ ടോപ്പിക്കുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു എസ്സേ പേപ്പറായിരുന്നു ഇന്നും ഉണ്ടായിരുന്നത്. എല്ലാ ടോപ്പിക്കുകളും മോറോർലെസ് വളരെ ഒരു ഫിലോസഫിക്കൽ ഓറിയൻറ്റഡ് ആയിരുന്നു. വളരെ മനോഹരമായിട്ടുള്ള ടോപ്പിക്കുകൾ, ഒരുപാട് ഡയമെൻഷൻസിൽ വളരെ ക്രിയേറ്റീവായിട്ട് എഴുതാൻ സാധ്യത ഉള്ള ടോപ്പിക്കുകളായിരുന്നു ഇന്നത്തെ എക്സാമിന് കൂടുതലും ഉണ്ടായിരുന്നത്. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടോപ്പിക് എന്ന് പറയുന്നത് രണ്ടാമത്തെയാണ്. ദ സുപ്രീം ആർട്ട് ഓഫ് വാർ ഈസ് ടു സബ്ഡ്യൂ ദ എനിമി വിത്തൗട്ട് ഫൈറ്റിംഗ്. ചൈനീസ് മിലിറ്ററി ടാക്ടിക്സിനെ കുറിച്ച് പറയുന്ന സുൻസു എഴുതിയ ദ ആർട്ട് ഓഫ് വാർ എന്ന് പറയുന്ന ബുക്കിലെ ഒരു ഉദ്ധരണിയാണിത്. ദ സുപ്രീം ആർട്ട് ഓഫ് വാർ ഈസ് ടു സബ്ഡ്യൂ ദ എനിമി വിത്തൗട്ട് ഫൈറ്റിംഗ്. എസ്സേയുടെ ഒരു ബേസിക് അപ്രോച്ച് എന്ന് പറയുന്നത് എസ്സേ എന്തിനെ പറ്റിയാണ് പറയുന്നതെന്ന് മനസ്സിലാക്കുക, അതിൻ്റെ പ്രൈമറി ഫോക്കസ് എന്താണെന്ന് മനസ്സിലാക്കുക, പിന്നീട് മാക്സിമം ഡയമെൻഷൻസ് കൊണ്ടുവരിക. ഇപ്പം ഈ ഒരു ടോപ്പിക്ക് ബേസിക്കലി യുദ്ധതന്ത്രത്തെ പറ്റി തന്നെയാണ് പറയുന്നത്. രാജ്യങ്ങൾ യുദ്ധം ചെയ്യുമ്പോൾ ഉള്ള തന്ത്രങ്ങളെപ്പറ്റി തന്നെ പറയുന്ന ഒരു ടോപ്പിക്കാണ്. വളരെ ഒബ്വിയസ് ആണിത്. സുപ്രീം ആർട്ട് ഓഫ് വാർ ഈസ് ടു സബ്ഡ്യൂ ദ എനിമി വിത്തൗട്ട് ഫൈറ്റിംഗ്. ഏറ്റവും വലിയൊരു യുദ്ധതന്ത്രം എന്ന് പറയുന്നത്, യുദ്ധത്തിലെ ഏറ്റവും വലിയൊരു കഴിവെന്ന് പറയുന്നത് ബ്രൂട്ട് ഫോഴ്സ് ഉപയോഗിക്കാതെ തന്നെ യുദ്ധം ജയിക്കുക എന്നുള്ളതാണ്. യുദ്ധം ചെയ്യാതെ തന്നെ യുദ്ധം ജയിക്കുക എന്നുള്ളത്, ബ്രൂട്ട് ഫോഴ്സ് ഉപയോഗിക്കാതെ തന്നെ നമ്മൾ സക്സസ്ഫുൾ ആകുക എന്നുള്ളത്, അതാണ് അതിൻ്റെ പ്രൈമറി മീനിങ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ചിന്തിക്കുമ്പോഴേക്കും ഇതിനൊരുപാട് അർത്ഥതലങ്ങളുണ്ട്. ഇപ്പം മഹാത്മാഗാന്ധിയും പറഞ്ഞിരുന്നത് ഏറെക്കുറെ ഇത് തന്നെയായിരുന്നു. നോൺ വയലൻസ്, വയലൻസിലേക്ക് പോകാതെ തന്നെ നമ്മൾ നമ്മുടെ എൻഡ് അച്ചീവ് ചെയ്യണം. പുള്ളിയുടെ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റും സത്യാഗ്രഹ മൂവ്മെൻറ്റും ഒക്കെ ഫോക്കസ് ചെയ്തത് ഇത് തന്നെയായിരുന്നു. ഈവൻ നമ്മുടെ ചാണക്യൻ അദ്ദേഹം പറഞ്ഞിരുന്നത് ഒരു രാജാവിൻ്റെ കടമയെന്ന് പറയുന്നത് ഡിപ്ലോമസിയുടെ എല്ലാ വഴികളും തീർത്തതിന് ശേഷം മാത്രമേ യുദ്ധത്തിലേക്ക് പോകാവുള്ളൂ. ഫസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നത് എപ്പോഴും ഡിപ്ലോമസി ആയിരിക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കിതിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മുടെ കണ്ടംപററി ആസ്പെക്റ്റ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രംപ് ചെയ്യുന്ന കാര്യങ്ങൾ ശരിക്കും ഇപ്പോഴത്തെ താരിഫ് ഹൈക്കും അതുപോലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡയറക്റ്റ് കോൺഫ്രണ്ടേഷനിലേക്ക് പോകാതെ തന്നെ നമ്മുടെ എൻഡ് അച്ചീവ് ചെയ്യുക എന്ന ഒരു ഉദ്ദേശത്തിലാണ്. ഇപ്പോൾ രാജ്യങ്ങളെല്ലാം സോഫ്റ്റ് പവറാണ് ബിൽഡ് ചെയ്യുന്നത്. സൈഡിൽ ന്യൂക്ലിയർ വെപ്പൺസ് പോലുള്ള ഹാർഡ് പവർ ബിൽഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു സൈഡിൽ അവർ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് സോഫ്റ്റ് ഡിപ്ലോമസിയാണ്. അതും ഇത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, യുദ്ധം ചെയ്യാതെ തന്നെ യുദ്ധം ജയിക്കുക. ഇന്ത്യ യോഗ പോലുള്ള സാധനങ്ങളും അതുപോലെ തന്നെ നമ്മുടെ കൾച്ചറും ഒക്കെ സ്പ്രെഡ് ചെയ്യുന്നത് ഈ ഒരു സോഫ്റ്റ് ഡിപ്ലോമസിയുടെ ഭാഗമായിട്ട് നമുക്കൊരു സോഫ്റ്റ് പവർ കിട്ടാൻ വേണ്ടിയാണ്. ചൈന ചെക്ക് ബുക്ക് ഡിപ്ലോമസി, രാജ്യങ്ങൾക്ക് പൈസ കൊടുത്ത് അവരെ ചൈന ഉദ്ദേശിക്കുന്ന രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു നിയോ കൊളോണിയലിസ്റ്റ് സ്ട്രാറ്റജീസ് പോലും ശരിക്കും ഈ സുപ്രീം ആർട്ട് ഓഫ് വാർ ഈ സബ്ഡ്യൂ ദ എനിമി വിത്തൗട്ട് ഫൈറ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിനെ ചേർത്ത് നിർത്തിയാണ് ഈ ടാക്റ്റിക്കുകളെല്ലാം നമ്മൾ പ്രയോഗിക്കുന്നത്. ഇനി യുദ്ധത്തിൻ്റെ അപ്പുറത്തേക്ക്, രാജ്യങ്ങൾക്കപ്പുറത്തേക്ക് മറ്റ് ഡയമെൻഷൻസ് നമ്മൾ നോക്കുകയെന്നുണ്ടെങ്കിൽ ഒരു പേഴ്സണൽ ലെവലിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാളുടെ വിജയം എന്ന് പറയുന്നതും ഒരു സിറ്റുവേഷനിൽ നമ്മുടെ കയ്യിൽ നിന്ന് ഇമോഷണലി ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവാതെ പേഷ്യൻ്റായിട്ട് വളരെ പെർസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്ത് കാര്യങ്ങൾ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. ഫൈറ്റിംഗ് എന്ന് പറയുന്നത് അത് ഡയറക്റ്റ് കോൺഫ്രണ്ടേഷൻ ആവണമെന്നില്ല, അതൊരു ഇമോഷൻ കോൺഫ്ലിക്റ്റും ആവാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഇമോഷണൽ വൾണറബിലിറ്റീസിന് അടിപ്പെടാതെ നമ്മൾ പെർസിസ്റ്റൻസും കൺസിസ്റ്റൻറ്റുമായിട്ട് വർക്ക് ചെയ്ത് പേഷ്യൻസിനെ മുൻനിർത്തി കാര്യങ്ങൾ അച്ചീവ് ചെയ്യുന്നതിലാണ് ഒരാളുടെ സക്സസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഡയമെൻഷൻസ് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കൊണ്ടുവരാൻ പറ്റും. പ്രോബബ്ലി ഈ എസ്സേ എക്സാമിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ടോപ്പിക്കും ഇതാണ്. ഓക്കെ, ബാക്കിയുള്ളത് ട്രൂത്ത് നോസ് നോ കളർ. മറ്റൊരു കാര്യം കൂടി, ഇപ്പം എസ്സേയിൽ ഒരു ആൾട്ടർനേറ്റീവ് പെർസ്പെക്റ്റീവ് കൂടി എപ്പോഴും വെക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ പലപ്പോഴും നമുക്ക് ഫൈറ്റ് ചെയ്യേണ്ട ആവശ്യം കൂടി വന്നേക്കാം. ഇന്നെവിറ്റബിൾ ആയിട്ടുള്ള വാറുകളുണ്ട്. ഈവൻ മഹാത്മാഗാന്ധി പോലും നമ്മുടെ ക്വിറ്റ് ഇന്ത്യ ടൈമിൽ ആളുകൾ വയലൻസ് പെർപ്പച്വേറ്റ് ചെയ്തപ്പം അതിനെതിരെ പ്രതികരിക്കാൻ പുള്ളി തയ്യാറായില്ല. പകരം ബ്രിട്ടീഷുകാരുടെ ബ്രൂട്ടൽ ഫോഴ്സിനെതിരെ പുള്ളി ഒരു നിരാഹാര സത്യാഗ്രഹം ഇരിക്കുകയാണ് ചെയ്തത്. അപ്പം ചില സമയങ്ങളിൽ വാർ എന്ന് പറയുന്നത് ഇന്നെവിറ്റബിൾ ആവാറുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞു വെക്കണം. അങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും അതൊരു ബ്യൂട്ടിഫുൾ എസ്സേ ആയിട്ട് മാറുക. ട്രൂത്ത് നോസ് നോ കളർ. ട്രൂത്ത് എന്ന് പറയുന്ന ഒരു അബ്സല്യൂട്ട് ആയിട്ടൊരു കാര്യമാണ്.
അത് കേൾക്കുന്ന ആളുടെ കളറിനെയോ ഇല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിനെയോ ഒന്നും അത് ബാധിക്കുന്നില്ല. പകരം ട്രൂത്ത് എന്ന് പറയുന്നത് വളരെ അബ്സല്യൂട്ട് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, അതുപോലെ തന്നെ ഒരാളുടെ സ്കില്ലുകൾ, ഒരാളുടെ വാല്യൂസ്, അങ്ങനത്തെ പല കാര്യങ്ങളും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിലെ സ്കില്ലുമായിട്ട് ബന്ധമില്ല. ഓക്കെ, യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അത് എല്ലാവരും അംഗീകരിക്കുന്ന ഫാക്ച്വലി റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കൺസിഡർ ചെയ്യുന്ന ഒരു ആസ്പെക്റ്റാണ് ട്രൂത്ത് എന്ന് പറയുന്നത്. ട്രൂത്ത് ഈസ് അബ്സല്യൂട്ട്. ഓക്കെ, ഇപ്പം പലപ്പോഴും ഇന്ത്യൻ ഫിലോസഫീസിൽ നമ്മൾ ബ്രഹ്മ എന്ന് പറയുന്നൊരു കൺസെപ്റ്റ്, അതായത് എല്ലാ കാര്യങ്ങളും എല്ലാ സത്യങ്ങളും ഒന്നിലേക്കുള്ള യാത്രയാണ് സാൽവേഷൻ. സാൽവേഷൻ എന്ന് പറയുന്ന ഒരൊറ്റ ട്രൂത്തിലേക്കുള്ള യാത്രയാണ് എല്ലാ റിലീജിയനും എംഫസൈസ് ചെയ്യുന്നത് എന്നാണ് ഹിന്ദു ഫിലോസഫി വിശ്വസിച്ചിരുന്നത്. മറ്റ് പല റിലീജിയസ് ഫിലോസഫീസും അതിൽ ബേസ് ചെയ്താണ് വിശ്വസിക്കുന്നത്. അതായത് സാൽവേഷൻ, ആത്യന്തികമായിട്ട് നമ്മൾ അവർ എസ്കേപ്പ് ഫ്രം ദ സൈക്കിൾ ഓഫ് ബർത്ത് ആൻഡ് ഡെത്ത്. അപ്പം ട്രൂത്ത് എന്ന് പറയുന്നത് സബ്ജക്റ്റീവ് അല്ല, എല്ലാവരും ചെന്ന് ചേരുന്നത് ഒരു സ്ഥലത്തേക്കാണ്. ആ രീതിയിലാണ് നമ്മളിത് അപ്രോച്ച് ചെയ്യേണ്ടത്. പിന്നെ ഈ പറഞ്ഞ പോലെ അതിൻ്റെ പല ഡയമെൻഷൻസ് എക്സ്പ്ലോർ ചെയ്തിട്ട് അവസാനം ശരിക്കും പറഞ്ഞാൽ ഒരു റിലേറ്റീവ്സം പറയുന്നത് ട്രൂത്ത് എന്ന് പറയുന്നത് ട്രൂത്ത് ഹാസ് മെനി കളേഴ്സ്. പലരുടെയും സത്യം ഒന്നായിരിക്കാം. സൊസൈറ്റി എന്ന് പറയുന്നത്, സോഷ്യോളജിസ്റ്റുകൾ പറയാറുണ്ട്, സൊസൈറ്റി എന്ന് പറയുന്നത് അതൊരു റിലേറ്റീവ് തിങ് ആണ്. സൊസൈറ്റി എന്ന് പറയുന്നത്, സോഷ്യൽ റിയാലിറ്റി എന്ന് പറയുന്നത്, സോഷ്യൽ റിയാലിറ്റീസ് ആർ ക്രിയേറ്റഡ് ബൈ ഇൻഡിവിജ്വൽസ്. ഓരോ വ്യക്തിയും ഉണ്ടാക്കുന്നതാണ് സോഷ്യൽ റിയാലിറ്റി എന്ന് പറയുന്നത്. സോ ട്രൂത്ത് വേരീസ്. അപ്പോൾ ഇങ്ങനെ ഒരു ആൾട്ടർനേറ്റീവ് പെർസ്പെക്റ്റീവാണ് പറഞ്ഞത് നിർത്താം. തോട്ട് ഫൈൻഡ്സ് എ വേൾഡ് ആൻഡ് ക്രിയേറ്റ്സ് വൺ ഓൾസോ. ചിന്തകൾ പുതിയ ലോകങ്ങളെ കണ്ടുപിടിക്കും, അതുപോലെ തന്നെ അത് ഉണ്ടാക്കുകയും ചെയ്യും. അതാണ് അതിൻ്റെ ഒരു എസെൻസ്. ഇതും വളരെ ബ്യൂട്ടിഫുള്ളി എഴുതാവുന്ന രസമാണ്. നമ്മുടെ ചിന്തകളാണ് പുതിയ ലോകങ്ങളെ കണ്ടുപിടിക്കുന്നത്, പുതിയ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത്. എങ്ങനെയാണ് ചിന്തകൾ പുതിയ ലോകങ്ങളെ കണ്ടുപിടിക്കുന്നത്? ഇപ്പം ജോഗ്രഫിക്കലി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ ട്രാവലേഴ്സിൻ്റെ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കണം എന്നുള്ളൊരു ചിന്താഗതി കൊണ്ടാണ് പുതിയ ജോഗ്രഫിക്കൽ പ്ലേസസിലേക്ക് അവർ പോകുന്നത്. മെഗല്ലനെ പോലുള്ള പല യാത്രികരും പുതിയ കോണ്ടിനെൻറ്റുകളും പുതിയ സ്ഥലങ്ങളും കണ്ടുപിടിച്ചത് അവരുടെ ആ ഒരു അഡ്വഞ്ചറസ് സ്പിരിറ്റ് മൂലമാണ്. ആ ചിന്തകൾ മൂലമാണ് ജോഗ്രഫിക്കൽ വേൾഡ്സ് കണ്ടുപിടിക്കപ്പെട്ടത്. അതേപോലെ തന്നെ സയൻറ്റിഫിക് വേൾഡുകൾ, പുതിയ സയൻറ്റിഫിക് ഐഡിയാസ്, ഓൾറെഡി ഉള്ള പല കാര്യങ്ങളും കണ്ടുപിടിച്ചത്. ഇപ്പം ഹീലിയോസെൻട്രിക് ആയിട്ടുള്ളൊരു എർത്ത്, ഭൂമി സൂര്യനെ ചുറ്റി കറങ്ങുകയാണ് എന്ന് പറയുന്ന ആ ഓൾറെഡി ഉണ്ടായിരുന്ന ആ ലോകത്തിനെ ശരിക്കും കോപ്പർനിക്കസ് എന്ന് പറയുന്ന ഒരാളുടെ പുള്ളിയുടെ ആ അഡ്വഞ്ചറസ് സ്പിരിറ്റ്, പുള്ളിയുടെ ചിന്തകൾ കൊണ്ടാണ് അങ്ങനെ ഒരു ലോകത്തെ റിവീൽ ചെയ്യുന്ന ആളുകളുടെ മുന്നിൽ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണിച്ചു തരാനായിട്ട് ചിന്തകൾക്ക് പറ്റും. ഇപ്പം പരിണാമം എന്ന് പറയുന്ന സാധനം, ഒരു ജീവിയിൽ നിന്ന് ഒരു ജീവി കാലക്രമേണ പരിണമിച്ചാണ് മറ്റു പല രൂപങ്ങളിലേക്കും അത് മാറുന്നത് എന്ന് പറയുന്ന ആ ഒരു യാഥാർത്ഥ്യം, അത് ഡാർവിൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ചിന്തയിൽ നിന്നാണ് നമുക്ക് റിവീൽഡ് ആവുന്നത്. എഗെയിൻ പുതിയ ലോകങ്ങൾ ഇതുണ്ടാക്കുകയും ചെയ്യും. ഇപ്പോൾ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന സാധനം പുതിയ ഒരു ടെക്നോളജിക്കൽ വേൾഡിനെ ക്രിയേറ്റ് ചെയ്യുന്നൊരു സാധനമാണ്. നമ്മൾ ഇന്ന് വരെ കണ്ട റിയാലിറ്റീസിനെ മൊത്തം മാറ്റിമറിക്കാൻ പോകുന്ന ഒരു ഇൻവെൻഷനാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അത് ഒരു പറ്റം ആളുകളുടെ ചിന്തയിൽ നിന്നുണ്ടാകുന്നൊരു സാധനമാണ്. എക്കണോമിക്സ്, അഗ്രേറിയൻ മാർക്കറ്റിൽ നിന്ന് ക്യാപിറ്റലിസത്തിലേക്കും, ആ ക്യാപിറ്റലിസ്റ്റ് മാർക്കറ്റിൽ ഒരു ഡിമാൻഡ് സപ്ലൈ പോലുള്ള ഒരു സിറ്റുവേഷൻ, ഡിമാൻഡ് സപ്ലൈ പോലെ ഉള്ള ഐഡിയാസ് വെച്ച് ഫ്രീ മാർക്കറ്റ് എക്കോണമി എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ടാക്കുന്നത് എക്കണോമിസ്റ്റിൻ്റെ ഐഡിയ ആണ്. അപ്പം സോഷ്യൽ, എക്കണോമിക്കൽ, ടെക്നോളജിക്കൽ, പൊളിറ്റിക്കൽ, അങ്ങനെ പല ആസ്പെക്റ്റിലും ഉള്ള ലോകങ്ങളെ കണ്ടെത്തുന്നതും അതേപോലെ തന്നെ പുതിയ ലോകങ്ങളെ ഉണ്ടാക്കുന്നതും ചിന്തകളാണ്. അങ്ങനെ ഒരുപാട് ഡയമെൻഷൻസ് കൊണ്ടുവന്ന് വളരെ ബ്യൂട്ടിഫുള്ളി എഴുതാവുന്ന ഒരു എസ്സേയാണിത്. ബെസ്റ്റ് ലെസൺസ് ആർ ലേൺഡ് ത്രൂ ബിറ്റർ എക്സ്പീരിയൻസ്. ഏറ്റവും നല്ല പാഠങ്ങൾ എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള എക്സ്പീരിയൻസിലൂടെയാണ് നമുക്ക് വരുന്നതെന്ന്. ശരിക്കും പറഞ്ഞൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു കുട്ടി ജനിക്കുകയാണ്. കുട്ടി ജനിക്കുമ്പോൾ എന്തുകൊണ്ടാണ് കരയുന്നത്? ആ അമ്മയുടെ ഗർഭപാത്രത്തിൽ വളരെ കോസി ആയിട്ട് അത്രയും നാൾ 9 മാസത്തോളം ഇരിക്കുകയാണ്. പെട്ടെന്ന് ആ പ്രകാശം വരുമ്പോഴേക്കും ഹീസ് ബ്രേക്കിംഗ് ഓഫ് ഫ്രം ഹിസ് കംഫർട്ട് സോൺ. ആ ബിറ്റർ എക്സ്പീരിയൻസിൽ നിന്നാണ് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഹ്യൂമൻ ലൈഫിൽ ഓരോ എക്സ്പീരിയൻസിലൂടെയും നമ്മൾ ഓരോ പാഠങ്ങൾ പഠിക്കുന്നത്.
യുദ്ധങ്ങളിൽ നമുക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്കുന്നുണ്ട്. സെക്കൻഡ് വേൾഡ് വാറിൽ നിന്നാണ്, അതിൽ നിന്ന് കിട്ടിയ ലെസൺസിൽ നിന്നാണ് യൂറോപ്യൻ യൂണിയൻ പോലുള്ള എക്കണോമിക് അസോസിയേഷനും യുണൈറ്റഡ് നേഷൻസ് പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസും ഉണ്ടാകുന്നത്. ഓക്കെ, ഗ്രേറ്റ് ഡിപ്രഷൻ എന്ന് പറയുന്ന വലിയ ഒരു എക്കണോമിക് ഡൗൺ ടേണിൽ നിന്നാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കെയ്ൻസിയൻ എക്കണോമിക്സ്, ലിമിറ്റഡ് ആയിട്ടുള്ള ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ എന്തായാലും വേണമെന്ന് പറയുന്നൊരു ഐഡിയ നമുക്ക് ഉണ്ടാകുന്നത്. അങ്ങനെ ഓരോ ബിറ്റർ എക്സ്പീരിയൻസിൽ നിന്ന് ആണ് രാജ്യങ്ങളാണെങ്കിലും ശരി, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിലും ശരി, സൊസൈറ്റി ആണെങ്കിലും ഇൻഡിവിജ്വൽ ആണെങ്കിലും എല്ലാവരും കാര്യങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ ഒരുപാട് ആസ്പെക്റ്റുകൾ കവർ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു എസ്സേ ടോപ്പിക്കാണത്. മഡി വാട്ടർ ഈസ് ബെസ്റ്റ് ക്ലിയർഡ് ബൈ ലീവിങ് ഇറ്റ് അലോൺ. നമ്മൾ ഒരു പുഴയിലിറങ്ങി വെള്ളം കലക്കുകയാണ്, ഇല്ലെങ്കിൽ കിണർ തേവി കഴിയുമ്പോഴേക്കും വെള്ളം കലയും കിടക്കും. അത് മാറാനുള്ള ഏറ്റവും നല്ല സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഗീവ് ഇറ്റ് ടൈം. നമ്മൾ അതിന് ടൈം കൊടുത്താൽ മതി. പല കാര്യങ്ങളും ജീവിതത്തിൽ ഇങ്ങനെയാണ്, നമ്മൾ ഒരുപാട് അതിൽ ഡ്വെല്ല് ചെയ്തിരിക്കുമ്പോഴാണ് അത് ക്ലിയർ ആവുക. ഇപ്പോൾ നമുക്ക് വളരെ നെഗറ്റീവായിട്ടുള്ള തോട്ടുകൾ വരുന്നു. ദ ബെസ്റ്റ് സ്ട്രാറ്റജി ഈസ് ടു ലീവ് ദം അലോൺ, നോട്ട് ടു ലൈ ഓവർ ദം. അതിനെപ്പറ്റി പിന്നെ ചിന്തിച്ച് കൂട്ടാതെ അതിനെ ഒറ്റയ്ക്ക് വിടുന്നതാണ് ഏറ്റവും നല്ലൊരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. പല കാര്യങ്ങളും അങ്ങനെയാണ്. ഇപ്പം എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ, കൊറോണയുടെ സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് എമിഷനും അങ്ങനെ പല കാര്യങ്ങളും ഭയങ്കരമായിട്ട് കുറഞ്ഞു. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഒരു ഹ്യൂമൻ ഇൻ്റർവെൻഷൻ പല ഏരിയാസിലും ഉണ്ടാവുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. ദ ബെസ്റ്റ് സ്ട്രാറ്റജി ഈസ് ടു ലീവ് ഇറ്റ് അലോൺ. അപ്പം ഈ രീതിയിൽ നമുക്ക് പല കാര്യങ്ങളും പല ഡയമെൻഷൻസും ഇതിലേക്ക് കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ പലപ്പോഴും എക്കണോമിയിൽ ഇൻഫ്ലേഷൻ ഉണ്ടാകുമ്പോഴേക്കും ദ ബെസ്റ്റ് സ്ട്രാറ്റജി ഈസ് ടു ലീവ് ഇറ്റ് അലോൺ. വില കൂടിക്കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ അത് വാങ്ങിക്കുന്നത് നിർത്തും. അങ്ങനെ ഡിമാൻഡ് കുറയുമ്പോഴേക്കും പ്രൈസ് കുറയാം. പല ടൈപ്സ് ഓഫ് ഇൻഫ്ലേഷൻ നമുക്ക് we can address them by leaving it alone. ഓക്കെ, ബോർഡറിൽ ഒരു എസ്കലേഷൻ ഉണ്ടാകുന്നു, ഒരു ബിലാറ്ററൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നു. ദി ബെസ്റ്റ് സ്ട്രാറ്റജി ഈസ് ടു ഗീവ് ഇറ്റ് സം ടൈം. ഇമ്പൾസീവ്ലി ആക്ട് ചെയ്ത് അത് എസ്കലേറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഓക്കെ, മിക്ക അസുഖങ്ങളും പനികളും ഒക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വൈറൽ ഫീവറൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്യൂ ഡേയ്സിനുള്ളിൽ അത് പോകും. അപ്പോൾ ദ ബെസ്റ്റ് സ്ട്രാറ്റജി ഈസ് ടു ടേക്ക് റെസ്റ്റ് ആൻഡ് ഗീവ് ഇറ്റ് സം ടൈം. ഓക്കെ, അപ്പോൾ അങ്ങനെ പല ഡയമെൻഷൻസ് നമുക്കിതിലേക്ക് കൊണ്ടുവരാം. ദ ഇയേഴ്സ് ടീച്ച് മച്ച് വിച്ച് ദ ഡേയ്സ് നെവർ നോ. ഇപ്പം ദിവസങ്ങൾ നമുക്ക് എക്സ്പീരിയൻസുകൾ തരും, നമുക്ക് നോളജ് തരും. ഓരോ ദിവസവും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. പക്ഷേ ഇറ്റ്സ് എ ടൈം ദാറ്റ് ടേൺസ് ദം ഇൻ ടു വിസ്ഡം. ഓരോ ദിവസവും നമ്മൾ അക്യുമുലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഇവൻച്വലി നമ്മുടെ വിസ്ഡമായിട്ട് ഇൻറ്റേർണലൈസ്ഡ് ആകുമ്പോഴാണ് അതൊരു ക്യാരക്ടറായിട്ട് നമ്മളിൽ ഉണ്ടാവുക. അപ്പം കിട്ടുന്ന പിന്നിട്ട ദിവസങ്ങളല്ല, നമ്മൾ അതിൽ നിന്ന് കിട്ടുന്ന എക്സ്പീരിയൻസുകൾ ഓവർ എ ടൈം ഇവോൾവ് ആകുമ്പോഴാണ് നമ്മൾ അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ ഒരുപാട് പോയിന്റുകൾ നമുക്ക് എഴുതാം. ഓക്കെ, ഇപ്പം യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്ന ഒരു ഐഡിയ തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് നാളത്തെ നമ്മുടെ ഡിസ്ഫങ്ഷണൽ ആയിട്ടുള്ള ഇൻ്റർനാഷണൽ റിലേഷൻസിൽ നിന്നും അതേപോലെ തന്നെ യുദ്ധങ്ങളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയൊരു കാര്യമാണ് എക്കണോമിക് അസോസിയേഷൻ ക്യാൻ ബ്രിങ് ചേഞ്ച് എന്നുള്ളത്. ഓക്കെ, ഒരു അഡൽട്ട് അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത് വർഷങ്ങൾ അക്യുമുലേറ്റ് ചെയ്ത പുള്ളിയുടെ എക്സ്പീരിയൻസുകളുടെ ആകെ തുകയാണ്. ഓക്കെ, അപ്പം ആ രീതിയിൽ നമുക്ക് ഒരുപാട് സ്ഥലത്ത് കാര്യങ്ങൾ കൊണ്ടുവരാം. പൊളിറ്റിക്കൽ സ്ഫിയറിലും എക്കണോമിക് സ്ഫിയറിലും ഡെമോക്രാറ്റിക് സ്ഫിയറിലും സോഷ്യൽ സ്ഫിയറിലും ഒക്കെ ഒരു ദിവസത്തെ ഹാപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ പെർസീവ് ചെയ്യുന്നത് പല രീതിയിലായിരിക്കും. ഓക്കെ, ഇപ്പം ജപ്പാനിൽ ആറ്റം ബോംബ് ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇറ്റ് വാസ് എ ഡേ ഓഫ് ഡിസാസ്റ്റർ, ഇറ്റ് വാസ് എ ഡേ ഓഫ് ബ്ലഡ് ഷെഡ്. ഒരുപാട് നഷ്ടങ്ങളാണ് ഉണ്ടായത്. പക്ഷേ അതിൽ നിന്ന് റിക്കവറായി ഇൻ ഇയേഴ്സ് ആ പെർസീവറൻസ് കൊണ്ട് ദേ റീബിൽഡ് ദ നേഷൻ. ചില ദിവസങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരിക്കും, പക്ഷേ ഓവർ ദി ഇയർ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ഒരുപാട് കാര്യങ്ങൾ ദേ മേക്ക് സെൻസ്. അപ്പോൾ ആ രീതിയിൽ പേഴ്സണൽ സ്ഫിയറിലും അതേപോലെ തന്നെ മറ്റ് ആസ്പെക്റ്റിലും ഒരുപാട് പോയിന്റുകൾ നമുക്കതിൽ കൊണ്ടുവരാനായിട്ട് പറ്റും.
ഇറ്റ്സ് ബെസ്റ്റ് ടു സീ ലൈഫ് ആസ് എ ജേർണി നോട്ട് ആസ് എ ഡെസ്റ്റിനേഷൻ. ജീവിതം എന്ന് പറയുന്നത് ഒരു യാത്രയാണ്, എത്താൻ ഉള്ളൊരു സ്ഥലമല്ല. ശരിക്കും ഡെസ്റ്റിനേഷനായിട്ട് നമ്മൾ കാണുമ്പോഴേക്കും ലൈഫ് എന്ന് പറയുന്നത് ഒരിക്കലും കണ്ടൻറ്റഡ് ആവില്ല. ഒരു സ്ഥലത്ത് എത്തിക്കഴിയുമ്പോഴേക്കും പിന്നീട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകാനുള്ള ഒരു ഓട്ടത്തിലായിരിക്കും. ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ആസ്പെക്റ്റുകളായിരിക്കും പലപ്പോഴും. അപ്പോൾ ഇറ്റ് വിൽ ബി എ എൻഡ്ലെസ് ജേണി. പിന്നെ അതിനപ്പുറത്തേക്ക് ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി ധൃതി വെച്ച് പോകുമ്പോഴേക്കും നമുക്ക് ഒരിക്കലും എൻജോയ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാരണം നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇറ്റ്സ് ടു റീച്ച് എ പ്ലേസ്. അതിനായിരിക്കും പ്രൈമറി ഫോക്കസ്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വിട്ടുപോകും. അപ്പം ബെസ്റ്റ് തിങ് എന്ന് പറയുന്നത് ലൈഫിനെ ഒരു ജേണി ആയിട്ട് എടുക്കുക എന്നുള്ളതാണ്. പിന്നെ അതിനപ്പുറത്തേക്ക് അതിൻ്റെ അകത്ത് ശരിക്കും നഷ്ടങ്ങളോ ലാഭങ്ങളോ ഒന്നുമില്ല. എല്ലാത്തിനെയും ആ ജേണിയിൽ എക്സ്പീരിയൻസ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് പോസിറ്റീവായിട്ടൊരു ചേഞ്ച് ലൈഫിന് വരാം. ഒരു കാര്യം നഷ്ടപ്പെടുന്നു, ഇറ്റ്സ് എൻ എക്സ്പീരിയൻസ്. ഒരു കാര്യം കിട്ടുന്നു, ഇറ്റ്സ് എൻ എക്സ്പീരിയൻസ്. എക്സാമിന് ജയിക്കുന്നു, ഒരു പുതിയ ലോകം തുറന്നു കിട്ടുകയാണ്. എക്സാമിന് തോക്കുന്നു, മറ്റൊരു ലോകം തുറന്നു കിട്ടുകയാണ്. എല്ലാം എക്സ്പീരിയൻസുകളാണ്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നമുക്ക് പല ആസ്പെക്റ്റുകൾ അതിലേക്ക് കൊണ്ടുവന്ന് എഴുതാനായിട്ട് സാധിക്കും. ഇപ്പം ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്, അങ്ങനെ ഒരു ഡെസ്റ്റിനേഷൻ വെച്ച് കഴിഞ്ഞാൽ ഡെസ്റ്റിനേഷൻസ് ചേഞ്ച്. അപ്പം ലൈഫ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ പ്രോബബ്ലി ഇൻ എ ഫ്ലെക്സ്. നമുക്ക് ഇന്ന് അത് വേണം, നാളെ ഇത് വേണം. അതിനുവേണ്ടി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും എന്തെങ്കിലുമൊക്കെ വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂട്ടത്തിലുള്ള ആളുകളെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റിയെന്ന് വരില്ല. ആ ഒരു സോഷ്യൽ ഫാബ്രിക്കിനെ പോലും അത് ഹർട്ട് ചെയ്യും. റാദർ ഇറ്റ്സ് എ ജേർണി ദാറ്റ് മെനി ഓഫ് ദ പീപ്പിൾ ആർ ടുഗദർ എന്ന് ചിന്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാൽ ആയിട്ടുള്ള ഫാറ്റേണിറ്റിയും അതേപോലുള്ള കാര്യങ്ങളെയൊക്കെ നമുക്ക് കുറച്ചും കൂടി അപ്രിഷ്യേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ ഇതെഴുതാം. കണ്ടൻമെൻറ്റ് ഈസ് നാച്ചുറൽ വെൽത്ത് വൈൽ ലക്ഷറി ഈസ് ആർട്ടിഫിഷ്യൽ പോവർട്ടി. ഇപ്പോൾ കിട്ടിയതോട് തൃപ്തിപ്പെടുക എന്ന് പറയുന്ന ഒരാൾ, പുള്ളി എപ്പോഴും സമ്പന്നനാണ്. കാരണം പുള്ളി അതിൽ സാറ്റിസ്ഫൈഡ് ആണ്. അതേസമയം ലക്ഷറി എന്ന് പറയുന്ന ഒരു കാര്യത്തിന് പുറകെ പോകുന്ന ഒരാൾ എപ്പോഴും ഹി വിൽ ബി പുവർ. എന്തെങ്കിലുമൊക്കെ ഒരു ആബ്സെൻസ് എപ്പോഴും പുള്ളിക്ക് ലൈഫിൽ കാണും. ഒരു കാറ് വേണം, നമ്മൾ വാങ്ങിക്കുന്നു. കാറ് കുറച്ചും കൂടെ നല്ലൊരു ബെൻസ് വേണം, അത് നമ്മൾ വാങ്ങിക്കുന്നു. റോൾസ് റോയ്സ് വേണം, അത് വാങ്ങിക്കുന്നു. അത് കിട്ടിക്കഴിയുമ്പോഴേക്കും വി ആർ ലാക്കിങ് സംതിങ് ഓൾവേസ്. ഒരു ലക്ഷറി കാറ് റോൾസ് റോയ്സ് വാങ്ങിക്കുന്ന ഒരാൾ പുള്ളി ആഗ്രഹിക്കുന്ന പറഞ്ഞൊരു ഹെലികോപ്റ്റർ വാങ്ങാനായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ലക്ഷറി ആഗ്രഹിക്കുമ്പോഴേക്കും അതില്ലാത്തിടത്തോളം കാലം ഹി വിൽ ബി ഫീലിംഗ് പുവർ. അപ്പം ലക്ഷറിയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ഓൾവേസ് ബി പുവർ. അപ്പം ആ രീതിയിൽ കണ്ടൻമെൻറ്റ് ഈസ് എ നാച്ചുറൽ വെൽത്ത് വൈൽ ലക്ഷറി ഈസ് എൻ ആർട്ടിഫിഷ്യൽ പോവർട്ടി. ആ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ലാർജർ കോണ്ടെക്സ്റ്റിൽ GDP വേഴ്സസ് ഗ്രോസ് ഹാപ്പിനെസ് പ്രൊഡക്റ്റ്. ഇപ്പോൾ GDP ഫോക്കസ് ചെയ്യുന്ന രാജ്യങ്ങൾ എപ്പോഴും എക്കണോമിക് റിഫോംസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. അതേസമയം ഇൻഡിവിജ്വൽ വെൽബീയിങ്, നാഷണൽ വെൽബീയിങ്, വെൽഫെയറിൽ ഫോക്കസ് ചെയ്യുന്ന രാജ്യങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ അത് അച്ചീവ് ചെയ്യാനായിട്ട് എപ്പോഴും അച്ചീവ് ചെയ്യുന്നതിലൊരു കണ്ടൻമെൻറ്റ് എപ്പോഴും അവർക്കത് കാണാനായിട്ട് പറ്റും. അപ്പോൾ ആ രീതിയിൽ ഒരുപാട് ഡയമെൻഷൻ നമുക്കിതിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം വളരെ നന്നായിട്ട് എഴുതാൻ പൊട്ടൻഷ്യലുള്ള എസ്സേസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എസ്സേയുടെ ഒരു ജനറൽ ഫ്രെയിം വർക്കിൽ നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കി പല ഡയമെൻഷൻസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുള്ളി റിവാർഡിംഗ് ആയിട്ടുള്ള എസ്സേസ് എഴുതാൻ പറ്റുന്ന രീതിയിലാണ് ഇത്തവണത്തെ പേപ്പർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഭയങ്കര ആംബിഗ്യസ് ആയിട്ടോ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പാടുള്ള ടോപ്പിക്കുകളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ എസ്സേയുടെ മാർക്ക് ചിലപ്പോൾ നന്നായിട്ട് കയറാൻ സാധ്യതയുണ്ട്. പലപ്പോഴും കുറേ ആംബിഗ്യസ് ക്വസ്റ്റ്യൻ വരുമ്പോഴാണ് മാർക്ക് താഴോട്ട് പോവുക. അപ്പം ഇതേപോലെ എഴുതാൻ ഒരുപാട് പൊട്ടൻഷ്യലുള്ള പേപ്പേഴ്സ് വരുമ്പോഴേക്കും പൊതുവിൽ കൂടാറുണ്ട്. അപ്പോൾ ഇനി വരുന്ന ജനറൽ സ്റ്റഡീസ് പേപ്പേഴ്സിനും നമുക്ക് ഇതുപോലുള്ള ഇവാലുവേഷൻസ് ഇവിടെ സൈലത്തിൽ നമ്മൾ നടത്തി അതിൻ്റെ ഔട്ട് തരുന്നതായിരിക്കും. So that's all for today.